ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഇന്ത്യ നൈസായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ 2020 തോറ്റിട്ടുണ്ട്. 2020 തോക്കാനായിട്ടുള്ള കാരണവും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കളി എങ്ങനെയൊക്കെയോ നമ്മൾ എന്താ പറയുക, ഹർദിക്കിന്റെ ആ ഒരു മാരക ഇന്നിംഗ്സ് കൊണ്ട് കഴിഞ്ഞ കളി രക്ഷപ്പെട്ടു. ഈ കളി ഇപ്പോൾ ദേ ഇങ്ങനെയായിരിക്കുന്നു. അത് ഓപ്പണിംഗ് മുതൽ പാളിച്ചകളാണ്. ഗൗതം ഗംഭീർ ടീമിൽ നടപ്പാക്കുന്ന ഓരോ പരിഷ്കരണത്തിന്റെ ഭാഗങ്ങളായി ഇന്ന് ഇത്രയും 200 മേളിൽ റൺസ് സ്കോർ ചെയ്യേണ്ടത് നമ്പർ 3 വന്നിരിക്കുന്നത് അക്ഷർ പട്ടേൽ. അക്ഷർ പട്ടേൽ പിന്നെ ഭയങ്കര ബാറ്റ്സ്മാൻ ആണല്ലോ. ഒരുപാട് റൺസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. പല പ്രഷർ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ അറിയാം. എന്താണ് ഗംഭീറിന്റെ ടാക്ടിക്സ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതൊരു സ്ട്രാറ്റജി ആണോ അതോ മണ്ടത്തരം കാണിക്കുന്നതാണോ എന്നുള്ളതാണ് സംശയം. കാര്യം ഇത്രയേറെ ഫോമിൽ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി കളിച്ച സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുക 15 അംഗ ടീമിൽ. സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുമ്പോഴത്തേക്ക് 2020 യോജിക്കാത്ത ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഓപ്പണർ. ആഹാ, അടിപൊളി. ഗില്ലിനെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആക്കാനായി വെമ്പൽ കൊള്ളുന്ന ഒരു BCCI. ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരാൾക്കും ഏതൊരു ലെവൽ വരെയും എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ശുഭ്മാൻ ഗില്ലിന് കഴിവില്ല എന്നുള്ളതല്ല, അദ്ദേഹം ഈ ഒരു കലണ്ടർ ഇയറിൽ 2025 വൺഡേയിലും ടെസ്റ്റിലും 20യിലുമായി 1700 ചില്ലുവാനം റണ്ണോളം സ്കോർ ചെയ്ത ഇന്ത്യൻ പ്ലെയറാണ്. അദ്ദേഹം ഇന്നാണ് ഡക്കിന് പോയത്. പക്ഷേ ഗില്ലിന്റെ 2020 ബാറ്റിംഗ് അതിന് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ളതാണോ? അദ്ദേഹം ടെസ്റ്റിലും വൺഡേയിലും ഗില്ല് നല്ലൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ എന്തിന് ഗില്ലിനെ ഇങ്ങനെ തിരികെ കയറ്റണം? ഈ ഒരു 20യിൽ സഞ്ജുവിനെ പോലെ ഇത്രയും പ്രോമിസിംഗ് ആയിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചതാണ്. ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ് അടിച്ചു, കാര്യങ്ങൾ ചെയ്തു, റൺസ് സ്കോർ ചെയ്തു അദ്ദേഹത്തിന് കിട്ടിയ. എന്നിട്ടും പണ്ട് കമന്റേറ്റേഴ്സ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ലെങ്കിൽ നഷ്ടം ഇന്ത്യയുടേതാണ്, സഞ്ജുവിന്റേതല്ല എന്നുള്ളത്. എന്നിട്ട് അതേ സഞ്ജു സാംസനെ ഇപ്പോൾ എല്ലാ പരമ്പരകളും വരുമ്പോഴത്തേക്കും ടീമിലെടുക്കാം, പക്ഷേ ബെഞ്ചിലിരിക്കണം എന്നുള്ളതാണ് അവസ്ഥ. എന്താണ് സെലക്ടേഴ്സും കോച്ചുമായിട്ട് നടക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാര്യം പണ്ടത്തെ ഒരു മലയാളം സിനിമയിലുണ്ട്, തോക്ക് തരാൻ വെടിവെക്കരുത് എന്ന് പറയുന്ന കണക്കാണ്. സഞ്ജു, നിന്നെ ഞങ്ങൾ ടീമിലെടുക്കാം, നീ ബെഞ്ചിലിരിക്കണം. ഇതാണോ ഇത്രയും ഫോമിൽ കളിച്ചിട്ട് വന്ന സഞ്ജു സാംസൺ ഇപ്പോൾ നേരത്തെ സെലക്ടേഴ്സ് ടീമിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലെയേഴ്സിന്റെ മാനദണ്ഡമായിട്ട് പറഞ്ഞിരുന്നത് ഡൊമസ്റ്റിക് കളിക്കണം, ഡൊമസ്റ്റിക് കളിച്ച് പ്രൂവ് ചെയ്യണം. ഗില്ലിന്റെ കാര്യത്തിൽ ഒരു ലോങ് ഇഞ്ചുറി കഴിഞ്ഞ ടെസ്റ്റ് സീരീസ് മിസ്സായി കാര്യങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴത്തേക്കും നേരെ 2020 ടീമിലേക്ക് അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. കൊള്ളാം, നല്ല തീരുമാനം നിങ്ങളുടേത്. അപ്പോൾ ഗില്ലിന് ഫോം തെളിയിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ സെലക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നും എന്താ പറയുക, ടീമിൽ ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യും സഞ്ജു, പക്ഷെ നിങ്ങൾ കളിക്കരുത്. എന്തുകൊണ്ട്? അദ്ദേഹം ഇത്ര മനോഹരമായി കളിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ശബ്ദങ്ങൾ പല ഭാഗത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അത് പേടിച്ച് സെലക്ടേഴ്സ് അദ്ദേഹത്തെ ടീമിൽ എടുക്കുന്നു. എന്നിട്ട് 15 അംഗ ടീമിൽ സ്ഥിരമായി ഇരുത്തുന്നു, പ്ലേയിങ് 11 ഉൾപ്പെടുത്താതെ. ഇത്രയും തികച്ച ഒരു അനീതി. ഇന്നലെ എന്തായാലും സുനിൽ ഗവാസ്കർ വേണ്ടിയും സഞ്ജുവിന് വേണ്ടി പറയുന്നുണ്ട്, സഞ്ജു ബെഞ്ചിൽ ഇരിക്കുന്നത് ശരിയായിട്ടില്ല എന്നുള്ളത്. എന്തോ കാക്ക മറന്ന് പറക്കും സുനിൽ ഗവാസ്കർ ഒക്കെ അങ്ങനെ ഒരു പറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും വാ തുറന്ന് ഗില്ലിനെതിരെ പറയാനും വയ്യ, എങ്കിൽ സഞ്ജു ബെഞ്ചിലിരിക്കുന്നു എന്ന് വേറൊരു രീതിയിൽ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഒരു വികാരം തന്നെയാണ്. അത് ഇങ്ങനെ കേവലமான രീതിയിൽ പോയി മത്സരങ്ങൾ പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യക്കാർക്കും നിരാശയാണ്. എന്താ പറയുക, ഇത് കേപ്പബിൾ ആയിട്ടുള്ള കളിക്കാരില്ലെങ്കിൽ അത് പറയാം. നമുക്ക് ഒരിക്കലും പ്രതിഭയ്ക്ക് പഞ്ഞമുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. പ്രതിഭകളുടെ ധാരാളിത്തമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്, അത് ക്രിക്കറ്റിന്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇത്രയും ഒരു ഇന്ത്യൻ ടീമിന്റെ വരെ എത്തിയിട്ട് ഒരു കളിക്കാരന് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഒരു ചാൻസ് കൊടുക്കുകയോ ബാക്കപ്പ് ചെയ്യുകയോ ചെയ്യാതെ ഇതേപോലെ ഇരുത്തുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കാര്യം തീർച്ചയായും നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ ഒരേ വേവ് ലെങ്ത് ആയിരിക്കും കൂടുതൽ പേർക്കും. പിന്നെ വേറെ ഒരു മലയാളി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറച്ച് പേര് കാണും. അവരെ സഞ്ജുവിനെ വിമർശിച്ച് പല രീതിയിൽ കൺസിസ്റ്റന്റ് അല്ല, അത് പെർഫോം ചെയ്യുന്നില്ല, കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹം വൺഡേ ഇന്റർനാഷണലിന്റെ കാര്യത്തിലെടുത്താൽ അദ്ദേഹം ടീമിന് പുറത്തായിരുന്നു, അദ്ദേഹത്തെ എടുത്തിട്ടില്ല. ലാസ്റ്റ് കളിച്ച വൺഡേ അദ്ദേഹം സെഞ്ചുറി അടിച്ച ഒരു പ്ലെയറാണ്. 2020 കാര്യത്തിലായാലും അദ്ദേഹം 3 സെഞ്ചുറിയാണ് ഒരു കലണ്ടർ ഇയറിൽ അടിച്ചത്. അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ ഇപ്പൊ 20യിലും ഉൾപ്പെടുത്തുന്നില്ല. അതിന് അവർ പറയുന്ന റീസൺ ജിതേഷിന് മിഡിൽ ഓർഡർ നല്ലപോലെ കളിക്കുന്നതിന് വേണ്ടി ഗില്ല് വന്നപ്പോഴത്തേക്ക് ഓപ്പണിംഗിൽ സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അതും എഗ്രി ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ ജിതേഷ് എവിടെ ഇപ്പൊ കഴിഞ്ഞ ഏത് ടൂർണമെന്റിലാണ് നല്ലതുപോലെ കളിച്ചിട്ടുള്ളത്? ഡൊമസ്റ്റിക്കിൽ SMATയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ ജിതേഷ് കാഴ്ചവെച്ചത്. പിന്നെ ജിതേഷിന്റെ ആ ഒരു ഇപ്പൊ കഴിഞ്ഞ സൂപ്പർ ഓവറിലൊക്കെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള ഓരോ മുട്ടാപ്പൊക്കെ എന്താണ്? അപ്പം ഇത് തീർച്ചയായിട്ടും ഇൻജസ്റ്റിസ് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ പ്ലെയറിനെതിരെ അല്ലെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെതിരെ, നമ്മുടെ സ്റ്റേറ്റിനെതിരെ നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഇൻജസ്റ്റിസ് തന്നെയാണ്. പ്യുവർ പൊളിറ്റിക്സ്. കാര്യം സഞ്ജുവിന് കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് സഞ്ജു ഇത്രയേറെ ഉയർന്നു വന്നതും ഇന്ത്യൻ ടീമിന്റെ ആ ഒരു ഇതിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടതും. അതും കേരളത്തിൽ നിന്ന്. കാര്യം കേരളത്തിന്റെ റഡാറിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ട് ഇന്ന് ഇന്റർനാഷണൽ കളിക്കാനായിട്ട് ഒരു അവരുടെ BCCIയുടെ കണ്ണിൽപ്പെടുന്ന ആരുമില്ല. ഒരൊറ്റ പ്ലെയർ വേറെ ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. കാര്യം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ ബാറ്റ്സ്മാൻ അല്ലെ വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിലൊന്നും ആർക്കും കേരളത്തിൽ നിന്ന് കയറി വരാൻ പറ്റും തോന്നുന്നില്ല. അല്ലെങ്കിൽ അമ്മാതിരി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വെച്ച് എന്നാൽ പോലും എന്താ പറയാ, നമുക്ക് കാര്യം പ്രതിഭയ്ക്ക് പഞ്ഞമില്ലാത്ത നാടാണ്. ബൗളിംഗ് ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പം എന്താ പറയാ, വരുന്ന ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ല. യങ്സ്റ്റേഴ്സ് കൂടുതൽ ബൗളിംഗ് ആണ് ഇന്ത്യയുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് ഇപ്പം നിലവിലുള്ളത്. തീർച്ചയായിട്ടും ബൗളിംഗിൽ തന്നെ ശോഭിക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് സൗത്ത് ഇന്ത്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ ബൗളിംഗിന്റെ കാര്യത്തിൽ പണ്ടുതൊട്ടേ ഉള്ളത്. ശ്രീനാഥ്, പ്രസാദ്, അതിനുശേഷം കുംബ്ലെ, അശ്വിൻ, പിന്നെ എന്തിനേറെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീശാന്ത് പോലും നല്ലൊരു ബൗളറായിട്ട് അദ്ദേഹത്തിന് ഒരു ലോങ് കരിയർ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് എന്താ പറയുക, അത്ര വലിയൊരു സക്സസ് ആയി മാറിയില്ല ചില പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ബുംറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബൗളർ ഇന്ന് ഇന്ത്യക്കില്ല. സിറാജും ബുംറയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പ്രിയപ്പെട്ട അനിയന്മാരെ, നിങ്ങളൊക്കെ ഇനിയിപ്പം നോക്കുകയാണെങ്കിൽ
ബാറ്റിംഗും കീപ്പിംഗും നോക്കി ഇവരുടെ ഈ ഒരു പ്യുവർ ആയിട്ടുള്ള ഇൻജസ്റ്റിസ് കാര്യം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ സഞ്ജു സാംസൺ ഇന്ന് ഏത് ലെവൽ അദ്ദേഹത്തിന്റെ കരിയർ പോകേണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ബൗളിംഗിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് യോജിക്കാനും യോജിപ്പായാലും നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.